അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിരുന്നു വന്നത്. ഇൻസ്റ്റൻ്റായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പച്ചരി വെള്ളത്തിലിടണം, പിന്നെ അത് അരയ്ക്കണം, കുതിരണം, അങ്ങനെ ഒരുപാട് ഇതില്ലേ. അപ്പോൾ നമുക്ക് ഈ ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉണ്ട്. ഞാൻ 3 അണി ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് പാനിയാക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാൻ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഈ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ അതിൻ്റെ പാതി അളവിൽ ആട്ടയും എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ആട്ടയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ റവ ചേർക്കുന്നുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും ചേർക്കാം. 3 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ച ശർക്കര പാനിയിൽ നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഈ മാവിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിരകിയ തേങ്ങ ചേർക്കുന്നതിന് പകരം നമുക്ക് നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്ത് ഇടും ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം അല്ലെങ്കിൽ എള്ള് ചേർക്കാം. ഞാൻ ഇവിടെ കരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3/4 ഭാഗത്തോളം ഓരോരോ കുഴിയിലും ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം പറന്ന് ചുട്ടെടുക്കാം. അടിഭാഗം ഒന്നും ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഉണ്ണിയപ്പം ഞാൻ മറിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. നമ്മൾ വിചാരിക്കും ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഇല്ലയെന്ന്, പക്ഷേ നല്ല ടേസ്റ്റാണിത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മൾ വിചാരിക്കും ഭയങ്കര പാടല്ലേ പച്ചരി വെള്ളത്തിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ, പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.